ഇന്നത്തെ രാത്രിയിലത്തെ കാറ്റിൽ എൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് അങ്ങനെ മറിഞ്ഞു പോകുന്നു. ഡാമേജ് ആയിട്ടുണ്ട്, കുറേ പ്ലാന്റുകൾ ഡാമേജ് ആയിട്ടുണ്ട്. പുതുതായിട്ട് വന്ന ഫ്ലോർ ബെഡൊക്കെ താഴെ പോയി. ഓക്കെ, രാത്രിയിലത്തെ കാറ്റ് അത്ര ശക്തമായ കാറ്റായിരുന്നു. ഇനി ഇത് പൊക്കിയെടുത്ത് വെക്കാന്ന് പറഞ്ഞൊരു ഒറ്റയ്ക്ക് സാധിക്കുന്ന തോന്നില്ല. ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് ഒറ്റയ്ക്ക് പ്ലാന്റുകളൊക്കെ ഒരു വിധം അത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളുടെ ശക്തമായ കാറ്റായിരിക്കണം. നോക്കി, ഇത്രയും വെയിറ്റ് കൂടിയ സാധനം മറിഞ്ഞു. അതിന് ഒരെണ്ണം മാത്രമേ മറിഞ്ഞു വീണിട്ടുള്ളൂ, ഇതിനൊന്നും പറ്റിയിട്ടില്ല. ആ ഒരു സെക്ഷൻ മാത്രം മറിഞ്ഞു വീണു. എല്ലാം പ്ലാന്റ് ഇന്നലെ കാറ്റത്ത് വീണ സ്റ്റാൻഡ് അങ്ങനെ മറിഞ്ഞു വീണായിരുന്നു. അതിൽ നിന്നൊക്കെ വലിച്ച് പുറത്തേക്ക് എടുത്ത് എല്ലാ പ്ലാന്റുകളും ചട്ടികളും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ റീപ്പോർട്ട് ചെയ്യണം. വേനൽക്കാലത്തെങ്കിലും മഴയാണ്. നല്ല മഴയത്തേലും മണ്ണൊക്കെ ഒലിച്ച് പോകാതിരിക്കാൻ തൽക്കാലം അങ്ങനെ മൂടി വെച്ചിരിക്കുന്നു. എല്ലാ പ്ലാന്റും ഇതൊക്കെ മുട്ടിട്ട് തുടങ്ങിയതാണ്. എല്ലാ പ്ലാന്റുകൾ അങ്ങനെ പോയി പറ്റും. ഇതിൽ റീപ്പോർട്ട് ചെയ്ത് വീണ്ടും സ്റ്റാൻഡിൽ കയറ്റണം. ഇതിന് കുഴപ്പം അങ്ങനെയുള്ള പരിപാടിയാണ്. പോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് പോട്ട് മേടിച്ചിട്ടുണ്ട്. 4 പോട്ട് 4 പൊട്ടിപ്പോയി. പറഞ്ഞാൽ കുഴപ്പമില്ല. ഇനി ഇതിനൊക്കെ റെഡിയാക്കണം. ഇതൊക്കെ പൊട്ടിട്ടതാണ്, മുട്ടിട്ട് തുടങ്ങിയതാണ്. ഈ പോട്ട് കുഴപ്പമില്ല, ഈ പോട്ട് വലിയ കുഴപ്പമില്ല. ഈ പോട്ടൊക്കെ പൊട്ടി, ഇങ്ങനത്തെ ചോല പോട്ടൊക്കെ പൊട്ടിക്കും. എല്ലാത്തിനും റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. ഇതൊക്കെ ഇനി കെട്ടണം. തുണി ഉപയോഗിച്ചതെല്ലാം വെളിയിൽ കെട്ടിയിട്ട് വേണം ഒന്ന് പൊക്കാനായിട്ട്. ഒരു ചട്ടീനെ എഴുന്നേൽപ്പിച്ച് നിർത്തി കമ്പ കുത്തിക്കൊടുത്ത് തുണി കൊണ്ട് വെച്ച് കെട്ടി എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ചട്ടി കുഴപ്പമില്ലാത്തതാണ്. ഇത് ചട്ടി മാറ്റണ്ടായിരുന്നു. ഇത് പൊട്ടാത്ത ചട്ടിയാണ്. ഇനി ഇതിലേക്ക് ഇപ്പോഴൊക്കെ കയറ്റി വെക്കണം, വെച്ച് സെറ്റാക്കണം. ഇത് സിമൻറ്റ് ചെയ്യുന്ന അടിയിൽ ഇത്രയൊരു കാറ്റ് വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പ്രത്യേകിച്ച് എൻ്റെ ലോഡ് സെൻറ്ററിലായതുകൊണ്ട് പെട്ടെന്ന് കാറ്റ് വന്നാലും തന്നെ മറിഞ്ഞു വന്നു. ഇനിയിപ്പോൾ ഒരു 4 കാലുണ്ട്. 6 കാലും സിമൻറ്റ് ചെയ്യണം. സിമൻറ്റ് മാതിരി ഉണ്ടാക്കിയത് പിടിപ്പിക്കണം. അത് പിന്നെ മറയില്ല. അതൊക്കെ അടിയിലാണ് പോട്ടെ, അതുകൊണ്ട് അതിനത് കുഴപ്പം പറ്റില്ല. വെയിറ്റ് അടിയിൽ കിടക്കില്ല. ഇത് സെൻറ്ററിൽ വെയിറ്റ് വന്നപ്പോൾ കറക്റ്റ് ഫോഴ്സ് അങ്ങോട്ട് വന്നു. കാറ്റിന് നേരാണ് മറിഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും ഇത്രയും കാറ്റ് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ഒരു അനുഭവമുണ്ട്. ഇനിയുള്ളപ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ അടിയിൽ സിമൻറ്റ് ചെയ്തിട്ട് ചെയ്യാമല്ലോ. ഉദാഹരണത്തിന് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊക്കെ ഇനി ചട്ടിയിലേക്ക് കയറ്റണം. അത് മറ്റുള്ള ചട്ടികളൊക്കെ പൊട്ടിയതാണ്. ഇപ്പോൾ ചട്ടി എനിക്ക് സാവധാനം കയറ്റണം. ഈ പോട്ട് അങ്ങനെ പഴയ തുണി ഉപയോഗിച്ചിട്ട് ഇപ്പോഴൊക്കെ നടുക്ക് സെൻറ്ററിലൊരു വടിയുണ്ട്. അപ്പോൾ അതിന് വെച്ച് കെട്ടിയിരിക്കുകയാണ്. രണ്ടെണ്ണം ഇതിനെ നിവർത്തണം. പക്ഷെ ഇതേ കണ്ടീഷനിൽ വെച്ചിട്ട് പോട്ട് ചേഞ്ച് ചെയ്തിട്ട് നിവർത്താൻ പറ്റുള്ളൂ. ഇത് പോട്ടാകെ പൊട്ടിയതാണ്, മൊത്തം പൊട്ടിപ്പോയി. ഇതിനെ ഈ കണ്ടീഷനിൽ പുതിയ പോട്ടിലേക്ക് കയറ്റണം. എന്നിട്ട് വേണം ഇങ്ങനെ നിവർത്താനായിട്ട്. അപ്പോൾ പോട്ടിലേക്ക് കയറ്റാനുള്ള പരിപാടി നോക്കണം. ഈ പോട്ടിലേക്ക് കറുത്ത പോട്ടിലേക്ക് കയറ്റണം. എൻ്റെ ബാക്കിൽ കൂടി കയറ്റാൻ പറ്റുമെന്ന് വിചാരിക്കും. അങ്ങനെ കയറ്റാൻ പറ്റുള്ളൂ.
നമുക്ക് എടുത്ത് കയറ്റാണെങ്കിൽ കുറേ പോരാ. ഇതങ്ങനെ അങ്ങനെ അടിച്ച് കയറ്റിയാൽ മതി. പിന്നെ പുതിയൊരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിയില്ല, വെച്ച് കയറ്റി. അത് കുഴപ്പമില്ല, അങ്ങനെ 2 ബോട്ട് കയറ്റി ഇതോട്ട് കുഴപ്പമില്ല. ഇത് നീ ഉയർത്തുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഹെൽപ്പറില്ലാരും. അതുകൊണ്ട് ഇത്തിരി റിസ്ക്കാണ്. ഈ തുണി അടി കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളിൽ കയറ്റി. നിറയെ മുള്ളൽ തൊടാൻ പറ്റില്ല. ഈ തുണി അടി കൂടി എടുത്തിട്ട് പിടിച്ചിട്ട് തുണീനെ കൂട്ടിപ്പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയത്. കാലം കൊണ്ട് അവിടെ സപ്പോർട്ട് കൊടുത്ത് ബാക്കിൽ, എന്നിട്ട് തുണി കൊണ്ട് പിടിച്ച് വലിച്ച് കയറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു നിവർത്തല്ല. അതിനെ നിർത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് സേഫല്ല, മറിഞ്ഞു വീഴാൻ കയറ്റാന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്. ഇപ്പോൾ അതുമൊന്നൊരു ചെറിയൊരു വള്ളി വെച്ചിട്ട് ഇത് കെട്ടിരിക്കുക. ഈ ബോസുമ്പളേക്ക് പിടിച്ച് പിടിച്ച് കെട്ടിരിക്കുക, അല്ലെങ്കിൽ അപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. സ്റ്റാൻഡ് മണിക്കാണ് എടുത്ത് വെച്ചാൽ ശരിയാവും. സ്റ്റാൻഡ് മുകളിൽ വെക്കൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റും. വേറെ ഹെൽപ്പർ വിളിച്ചിട്ടാണ് സ്റ്റാൻഡിലേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ അവിടെ ഇരുന്നോളൂ. കുറച്ച് ഇതൊക്കെ ഒടിഞ്ഞു പോയെന്നുള്ളൂ. കാരണം പ്ലാന്റ് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കമ്പുകളൊക്കെ ഒഴിഞ്ഞു പോയി. ഇനി സങ്കടം അത് കൂട്ടമായിരുന്നു. മുട്ടും പൂവൊക്കെ മുട്ടൊക്കെ ഇട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അങ്ങനെ ഉണ്ടാക്കാം. ഇതൊക്കെ ഡാമേജായി. ഇനിയിപ്പോൾ സ്റ്റാൻഡിൽ കയറ്റി വരുമ്പോഴേക്കും കുറേ പീസൊക്കെ പോകും. എന്തായാലും കുഴപ്പമില്ല, അത് കടയുണ്ടല്ലോ, പിടിച്ചോളും. ഓക്കെ, ഒരു പ്ലാന്റ് സ്റ്റാൻഡമ്മ കയറ്റി. ചെറിയ സഹായം, എൻ്റെ വൈഫിൻ്റെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ നമ്മൾ കയറ്റി. കുഴപ്പമില്ല. എൻ്റെ ഒരു ഫ്ലവർ ബെഡ് ഉണ്ടാകുമ്പോൾ അത് കേടായിട്ടില്ല, അതിനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ വേറെ ഉണ്ടാവുന്നുണ്ടാകുമ്പോൾ ഒന്നും കിട്ടില്ല. ഇവിടെ 2 ഇതുണ്ട്, അതിൻ്റെ കണ്ട് ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ഉണ്ടത് ഇവിടെ അങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അതിൻ്റെ തണ്ടാണ് ആ ഫ്ലവർ ബോട്ടിൽ കണ്ടു. എന്താണെന്ന് അറിയില്ല. കെട്ടി വെച്ചിട്ടുണ്ട്, അത് കയർ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കും നോക്കുന്നത്. മഴ വരുന്നുണ്ട്, അപ്പം ഇനിയിപ്പോൾ പരിപാടിയൊന്നും നടക്കില്ല. ഇനി ബാക്കി പണി നാളെ ചെയ്യാം. നാളെ ബാക്കി 2 ഇത് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 2 കൂടി സ്റ്റാൻഡ് ചെയ്യാനുണ്ട്.